ഡിസംബർ 13 ഒരു തണുത്ത ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷികം രാജ്യം ആദരപൂർവ്വം അനുസ്മരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജ്യത്തെ ഏറ്റവും കനത്ത സുരക്ഷയുള്ള സ്ഥലങ്ങളിലൊന്നായ ദേശീയ തലസ്ഥാനത്തെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അപകടകരമായൊരു സംഭവം അരങ്ങേറിയിരുന്നു. ഒരു സുരക്ഷാ ലംഘനത്തിന്റെ ഭാഗമായി സന്ദർശക പാസുകളുമായി 2 വ്യക്തികൾക്ക് പാർലമെന്റ് വളപ്പിലേക്ക് നുഴഞ്ഞുകയറാൻ കഴിഞ്ഞത് അരാജകത്വത്തിന്റെ ഒരു ഘടകം തന്നെ അവതരിപ്പിച്ചിരുന്നു. ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ നുഴഞ്ഞുകയറ്റക്കാർ കണ്ണീർവാതക കാനിസ്റ്ററുകൾ വഹിച്ചുകൊണ്ട് അവരുടെ പ്രവേശനം ചൂഷണം ചെയ്തു. സന്ദർശകരുടെ ഗ്യാലറിയിലിരുന്നവർ പെട്ടെന്ന് ചേംബറിലേക്ക് കുതിക്കുകയും പിടിക്കപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ മേശകളിലൂടെ വിദഗ്ധമായി കുതിക്കുകയും ചെയ്തത് നമ്മളെല്ലാം കൃത്യമായി കണ്ടതാണ്. ഒരു നുഴഞ്ഞുകയറ്റക്കാരൻ സ്പീക്കറുടെ കസേരയിലെത്താൻ ശ്രമിച്ചപ്പോൾ മറ്റൊരാൾ ചെരുപ്പിൽ നിന്നും ഗ്യാസ് കാനിസ്റ്റർ എടുത്ത് തുറന്നതിന് പിന്നാലെ ഇവർ പിടിക്കപ്പെട്ടിരുന്നു. വളരെ നിർദ്ദിഷ്ട ഒരു ദിവസത്തിലെ ഈ സുരക്ഷാ ലംഘനം ജനാധിപത്യത്തിന്റെ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന ബഹുമുഖ സുരക്ഷയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു. പാർലമെന്റിനെ സംരക്ഷിക്കുന്നതിൽ സങ്കീർണവും ഉയർന്ന ഉത്തരവാദിത്തമുള്ളതുമായ ഒരു സുരക്ഷാ ചട്ടക്കൂട് ഉൾപ്പെടുന്നു. നിയമനിർമ്മാണ സ്ഥാപനത്തിനുള്ളിൽ പാർലമെന്റ് അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒന്നിലധികം ഏജൻസികളുടെ സഹകരണം അത്യാവശ്യമാണ്. പാർലമെന്റിനുള്ളിലും പരിസരത്തും എംപിമാരുടെ മൊത്തത്തിലുള്ള സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന പ്രാഥമിക ഏകോപന ഏജൻസി എന്ന നിലയിൽ പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് ഒരു കേന്ദ്ര പങ്ക് വഹിക്കുന്നു. പാർലമെന്റ് ഹൗസ് കോംപ്ലക്സിലേക്കുള്ള പ്രവേശന നിയന്ത്രണത്തിന്റെ ചുമതലയുള്ള ഈ സ്പെഷ്യൽ സർവീസ് അത്യാധുനിക സുരക്ഷാ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുകയും മറ്റ് വിവിധ സുരക്ഷാ സ്ഥാപനങ്ങളുമായി ശക്തമായ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. എംപിമാരുടെ സുരക്ഷയ്ക്കായുള്ള കൂട്ടുത്തരവാദിത്തത്തിൽ നിരവധി സുരക്ഷാ ഏജൻസികളുടെ യോജിച്ച ശ്രമങ്ങൾ ഉൾപ്പെടുന്നു. അവ ഓരോന്നും സമഗ്രമായ സുരക്ഷാ ശൃംഖലയ്ക്ക് സംഭാവന ചെയ്യുന്നു. പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് ഓഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, ഇന്റലിജൻസ് ബ്യൂറോ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഡൽഹി പോലീസ് തുടങ്ങിയ ശ്രദ്ധേയമായ സംഘടനകൾ പാർലമെന്റ് അംഗങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു പോരുന്നു. ആധുനിക ആയുധങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഏജൻസികൾക്ക് ഡൽഹി പോലീസിൽ നിന്നുള്ള ഷാർപ്പ് ഷൂട്ടർമാരും സ്വാറ്റ് കമാൻഡോകളും പിന്തുണ നൽകുന്നു. ഇതുവഴി പാർലമെന്റ് ഹൗസ് കോംപ്ലക്സിലും അതിന്റെ ചുറ്റളവിലും ശക്തമായ സുരക്ഷാ സാന്നിധ്യം ഉറപ്പാക്കുന്നു. പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് ആക്സസ് കൺട്രോൾ കൈകാര്യം ചെയ്യുക മാത്രമല്ല, സുരക്ഷാ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിന് വിപുലമായ സുരക്ഷാ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റ് സുരക്ഷാ ഏജൻസികളുമായുള്ള ഫലപ്രദമായ ബന്ധം മൊത്തത്തിലുള്ള സുരക്ഷാ നിലയെ മെച്ചപ്പെടുത്തുന്നു. ഇതുവഴി സാധ്യതയുള്ള ഭീഷണികളെ അഭിമുഖീകരിക്കുന്നതിന് തടസ്സമില്ലാത്തതും സഹകരണപരവുമായ സമീപനം സൃഷ്ടിക്കുന്നു. പാർലമെന്റിലെ സുരക്ഷാ ലാൻഡ്സ്കേപ്പ് എന്നത് ചലനാത്മകവും ബഹുമുഖവുമായ ഒരു ശ്രമമാണ്. അതിനാൽ പാർലമെന്റ് സെക്യൂരിറ്റി സർവീസും മറ്റ് വിവിധ ഏജൻസികളും നിയമനിർമ്മാണ പ്രക്രിയയുടെയും അതിലെ അംഗങ്ങളുടെയും സുരക്ഷയും സമഗ്രതയും ഉറപ്പു നൽകുന്നതിന് അവരുടെ കഴിവുകൾ സമന്വയിപ്പിക്കുന്നു. നിലവിൽ പാർലമെന്റ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, സർട്ടിഫൈഡ് ജേർണലിസ്റ്റുകൾ, സാങ്കേതിക വിദഗ്ധർ, നിയുക്ത ഉദ്യോഗസ്ഥർ തുടങ്ങിയ സാധുവായ തിരിച്ചറിയൽ കാർഡുകൾ കൈവശമുള്ള വ്യക്തികൾക്ക് മാത്രമേ പാർലമെന്റിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. പ്രവേശനം അനുവദിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പാർലമെന്റ് അംഗങ്ങൾക്കാണ് എന്നത് കൂടാതെ അവർ പാർലമെന്റ് സന്ദർശകർക്ക് സുരക്ഷാ അനുമതി നൽകുകയും വേണം. അനധികൃത പ്രവേശനം തടയാനാണ് ഈ കർശനമായ നടപടികൾ വഴി ലക്ഷ്യമിടുന്നത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി പാർലമെന്റ് മന്ദിരത്തിനു ചുറ്റും പെരിമീറ്റർ പ്രൊട്ടക്ഷൻ സിസ്റ്റവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എംപിമാരെ പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മറ്റെല്ലാ സന്ദർശകരും ജീവനക്കാരും സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയരാകുന്നു. പാർലമെന്റ് വളപ്പിന്റെ പ്രവേശന കവാടത്തിലെ ആദ്യ പരിശോധന, പാർലമെന്റ് കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിലെ 2ാമത്തെ പരിശോധന, വിവിധ സന്ദർശക ഗ്യാലറിയിലേക്ക് നയിക്കുന്ന ഇടനാഴിയിലെ 3ാമത്തെ പരിശോധന എന്നിവ ഉൾക്കൊള്ളുന്ന സന്ദർശകർക്കായി 3 തലത്തിലുള്ള സൂക്ഷ്മ പരിശോധനകൾ ഉൾക്കൊള്ളുന്നു. സന്ദർശകർ പ്രത്യേക പ്രവേശന കവാടം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നത് കൂടാതെ പാർലമെന്റ് ഹൗസ് സമുച്ചയത്തിന് പുറത്ത് സന്ദർശകരുടെ പാർക്കിംഗും നിയന്ത്രിച്ചിരിക്കുന്നു. കൂടാതെ തോട്ടം തൊഴിലാളികളും തൂപ്പുകാരും ഉൾപ്പെടെ എല്ലാ ജീവനക്കാരെയും അവരുടെ തിരിച്ചറിയൽ കാർഡുകൾ വഴി തിരിച്ചറിയാൻ പാർലമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. തുടർച്ചയായ ക്ലിയറൻസ് ഉറപ്പാക്കാനും ശക്തമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഉയർത്തിപ്പിടിക്കാനും ഓരോ സ്റ്റാഫ് അംഗങ്ങളും ആഭ്യന്തര മന്ത്രാലയം നിയന്ത്രിക്കുന്ന ആനുകാലിക സുരക്ഷാ പരിശോധനകൾക്ക് വിധേയരാകുന്നു. ഖാലിസ്ഥാനി ഭീകരൻ ഗുർബദന്ത് സിംഗ് പന്നൂണിന്റെ തുറന്ന ഭീഷണിയുടെയും 2001 പാർലമെന്റ് സംഭവത്തിന്റെ വാർഷികത്തിൽ ദേശവിരുദ്ധരുടെ ആക്രമണ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഇന്റലിജൻസ് ഇൻപുട്ടുകളുടെയും വെളിച്ചത്തിൽ പാർലമെന്റിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ച ഗുരുതരമായ ആശങ്കയ്ക്ക് കാരണമാകുന്നു. ഇത്തവണത്തെ സുരക്ഷാ ലംഘനം നിറമുള്ള പുക വിന്യസിക്കാൻ മാത്രമാണ് ഇടയാക്കിയതെങ്കിലും ഒരു ഗ്രനേഡ് പോലെയുള്ള കൂടുതൽ അപകടകരമായ ആയുധം ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ വളരെ ഗുരുതരമായിരിക്കുമായിരുന്നു.
നമ്മുടെ പാർലമെന്ററി സ്ഥാപനങ്ങളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് ഉടനടിയും വർദ്ധിപ്പിച്ചതുമായ സുരക്ഷാ നടപടികൾ അനിവാര്യമാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു. നിലവിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ശക്തമാണെങ്കിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികൾക്ക് മറുപടിയായി പുനർമൂല്യനിർണ്ണയം നടത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം. ഭീഷണികളുടെ ലാൻഡ്സ്കേപ്പ് വികസിപ്പിക്കുന്നതിനനുസരിച്ച് സുരക്ഷാ തന്ത്രങ്ങൾ ശക്തിപ്പെടുത്തുന്നത് നിർണായകമാണ്. കൂടുതൽ കർശനമായ പശ്ചാത്തല പരിശോധനകൾ, നൂതന നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ, സജീവമായ ഇന്റലിജൻസ് പങ്കിടൽ എന്നിവ ഉൾപ്പെടെയുള്ള കർശനമായ സുരക്ഷാ നടപടികൾ സാധ്യതയുള്ള സുരക്ഷാ ലംഘനങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പാർലമെന്ററി ഇടങ്ങളുടെ സുരക്ഷിതത്വവും പവിത്രതയും നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ കെട്ടുറപ്പിനെ ഹനിക്കുന്ന ഏതൊരു ഭീഷണിക്കെതിരെയും പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ഓരോ ഭാരതീയനും ആവശ്യപ്പെടുന്നു.